ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ, ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഗൈസ് അമ്മ ബാക്കിൽ നിൽക്കണ്ട. അപ്പൊ അമ്മ ബാക്കിൽ നിന്ന് ചിരിപ്പിക്കാണ്. അതാണ് ഞാൻ ചിരിച്ചുമാണ് കണ്ടില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. നമ്മൾ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ ഒരു റീല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെയായിരിക്കും പ്രശ്നം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഞാൻ പായസത്തിൻ്റെ ഒരു റീല് കണ്ടേ. അപ്പോൾ ഞാൻ വെച്ചു വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ആലോചിക്കേണ്ട അത് ഉണ്ടാക്കണം. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് അമ്മയുടെ അടുത്ത് പറയണ്ടായിരുന്നു, അമ്മ വീട്ടിൽ വന്നെങ്കിൽ പായസം വേണമെന്ന്. പാലടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മ പറഞ്ഞു കുറെ നാളായി ഞങ്ങൾ ഇവിടെ ഓണം വന്നു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാലും പാലട മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും സേമിയ ഈ പ്രാവശ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചു വിട്ടാണ്. അപ്പോൾ പായസം ഉണ്ടാക്കിയാലോ, വാ പോവാ. ഇതാട്ടെ നമ്മുടെ എല്ലാ സാധനങ്ങളും. പാലുണ്ട്, പിന്നെ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട്. ഇത് ഞാൻ പായസം ലാസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ബൗളാട്ടാ. പിന്നെ ഇതാണ് സേമിയ മിക്സ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ സാധനം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പൊ അമ്മ ഇവിടെ സ്റ്റൗവൊക്കെ കത്തിക്കണ്ടിട്ടാ. നമ്മള് ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പായസം ഉള്ളു, എന്നാലും നമ്മൾ ഇങ്ങനെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളിക്ക് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തീയിലെങ്ങനെ ആവുന്ന നമ്മളിവിടെ ഉരുളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിലേക്ക് നെയ്യ് ഒഴിക്കണം, പാലൊഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമ്മളില്ലേ നെയ്യ് ഒഴിക്കണം കേട്ടാ. അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്നും കാണിച്ചു എന്നുള്ളൂ. മിൽമയുടെ നെയ്യ് നമ്മൾ എടുക്കണം. പുതിയ നിനക്ക് ഇത് ഉണ്ടാക്കണ പുതിയ ഉള്ളി മേടിക്കേണ്ടി വരും. എന്തോ പിടിക്കണ്ട എടുത്തിട്ടാ ഇല്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കണം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പപ്പി അമ്മ ഇവിടെ ഉണ്ട്. അമ്മയ്ക്കാ ഗൈസ്. അടുത്തത് പാലാട്ടോ ഒഴിക്കണേ. പാൽ ഒഴിച്ചിട്ടുണ്ട്. ദേ പപ്പ ഇവിടെ ഇളക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഉണ്ട്. പപ്പ ഇളക്കി കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ കുക്ക് ചെയ്യണേ, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. നമ്മള് 150 ml വെള്ളാട്ടോ ഒഴിച്ചു കൊടുക്കണേ. ഗൈസ് ഇതാണ് എന്റെ അമ്മാമ നടന്നു പോണണ്ട. ഫുഡ് കഴിച്ചിട്ട് പോവാണ്. നോക്കി ചിരിക്കി. അപ്പൊ ഇവിടെ തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലിങ്ങനെ കുറുക്കി വരാനായിട്ട് ഒപ്പം ഇങ്ങനെ ഇളക്കി നിൽക്കുന്നുണ്ട്. അത് തിളച്ചിട്ട് വേണം നമുക്ക് ആ മിക്സ് പൊടി ഇടാനായിട്ട്. ഒരു ഹായ് കൊടുത്തേ കൊടുക്ക്. പല്ലില്ലാണ് ചിരിക്കുന്നത്. ആ പക്കിയുണ്ട്. പാല് നന്നായിട്ട് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുക കാണാണ്ട് പുക വരുന്നത്. ആവി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് പൊടി ചേർക്കാൻ പോവാണ് കേട്ടോ. പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാട്ടോ. ഇനി ഇപ്പൊ ഓണായിട്ടുള്ളൂ. എത്ര നേരം ഓണായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോ അമ്മയുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞതാ. പക്ഷെ അമ്മയാണെങ്കിൽ ഓണാക്കാനായിട്ട് മറന്നു. ഇപ്പൊ നമ്മളത് ഇട്ട് കഴിഞ്ഞു. കുഴപ്പമില്ല, സാരില്ല എന്ന് പറയാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ എന്തിനാ എടുക്കണേ? ഇവിടെ സേമിയ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തളയൊക്കെ വരുന്നുണ്ട് കണ്ടോ. 15 മിനിറ്റ് സേമിയ ഇട്ടിട്ട് വെക്കാനാണ് ഇവർ ഇതിൽ പറഞ്ഞേക്കണേ. അപ്പോൾ 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇടാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഞാനിവിടെ ഇപ്പോൾ അടുത്തതിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതാക്കണം. ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ സെപ്പറേറ്റ് മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും വേറെ മേടിച്ചിട്ടില്ല. ആ പാക്കറ്റിൽ മാത്രമേ കേട്ടോ മേടിച്ചത്.
ഇതൊക്കെ ഉണ്ട്. നമ്മളിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകട്ടെ. ഇത് പോയില്ല. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് നമ്മുടെ സേമിയ. അപ്പം നമ്മൾ സേമിയയുടെ ഇത് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഫോട്ടോ അല്ലല്ലോ വരണ, വീഡിയോ വരണ. അപ്പൊ അപ്പുറത്ത് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സേമിയ പായസത്തിന്റെ ഇവിടുത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ. അയ്യോ, ഒരു കാര്യം പറയാനായിട്ട് മറന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പപ്പ സൈഡിലൂടെ ഉണ്ട്, അമ്മ ഇവിടെ ഇരുന്നിട്ട് പായസം കുടിക്കാണ്. അപ്പൊ ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്.